ഹായ്, ഞാൻ അർച്ചനയാണ്. നമുക്ക് ഇന്ന് SSLC തത്തുല്യ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫിസിക്സിൻ്റെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശപാതയിലൂടെ, ചാപ്റ്റർ 1 പ്രകാശപാതയിലൂടെ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ക്ലാസ് ആയിട്ട് എടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് കാണാനും ശ്രമിക്കുക. താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പതനം എന്താണ്? പ്രതിപതനം എന്താണ്? മിനുസമുള്ള പ്രതലങ്ങളിൽ പതിച്ച, എന്താണ്? മിനുസമുള്ള പ്രതലങ്ങളിൽ പതിച്ച പ്രകാശകിരണങ്ങൾ തിരിച്ചു പോകുന്നതാണ് പ്രതിപതനം. അതായത് ഇതൊരു മിനുസമുള്ള പ്രതലമാണെന്നിരിക്കട്ടെ, ഇതിലേക്ക് വന്ന് പ്രകാശം വന്ന് പതിക്കുന്നു. എന്ത്? പ്രകാശം വന്ന് പതിക്കുന്നു. അപ്പൊ ഈ മിനുസമുള്ള പ്രതലത്തിൽ വന്ന് പതിച്ച പ്രകാശകിരണങ്ങൾ പതിക്കുവാണ്. അപ്പൊ ഇത് ഇവിടെ തന്നെ നിൽക്കുവല്ല ചെയ്യുന്നത്, തിരിച്ചു പോകുന്നതാണ് പ്രതിപതനം. ഇതെന്ത് സംഭവിക്കും? ഇവിടെ തട്ടി ഇവിടുന്ന് തിരികെ പോകും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രതിപതനം? മിനുസമുള്ള പ്രതലങ്ങളിൽ പതിച്ച പ്രകാശകിരണങ്ങൾ തിരിച്ചു പോകുന്നതാണ് പ്രതിപതനം. തിരിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് പ്രതിപതനം. കിട്ടിയല്ലോ? എന്താണ്? മിനുസമുള്ള പ്രതലത്തിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശം അവിടെ തട്ടി തിരിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് പ്രതിപതനം. തിരിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് പ്രതിപതനം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഗോളീയ ദർപ്പണങ്ങളാണ്. എന്താണ് അടുത്തത് പറയുന്നത്? ഗോളീയ ദർപ്പണങ്ങളാണ്. എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ? ഗോളീയ ദർപ്പണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദർപ്പണം, അതായത് കണ്ണാടി. ഏത് കണ്ണാടിയാണോ അത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബോൾ എടുക്കുക, ആ ബോളിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് നമ്മളിതിനെ രണ്ടായിട്ട് നെടുങ്ങനെ മുറിച്ചാൽ നമ്മൾ ഈ ഫോയിൽ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിബിംബം കാണാൻ സാധിക്കും. അപ്പൊ അത്തരം, അതായത് ഏതെങ്കിലും ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വന്നാൽ, അത്തരം ദർപ്പണങ്ങളെ വിളിക്കുന്ന പേരാണ് ഗോളീയ ദർപ്പണങ്ങൾ. എന്താണ്? ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. എന്താണ്? ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണം. ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. എന്താണ്? ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ്, ഇതൊരു ദർപ്പണമാണ്, ഇതൊരു ദർപ്പണമാണെങ്കിൽ ഇത് ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരം ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദർപ്പണത്തിന്റെ ഈ ഭാഗം, ഇതിന് നമ്മൾ ഉത്തലം എന്ന് പറയും. എന്ത് പറയും? ഉത്തലം. ഇനി തിരിച്ചാണെങ്കിൽ ഈ ഭാഗമാണെങ്കിൽ ഇതിനെ അവതലം എന്ന് പറയും. ഏതാണ്? അവതലം. അതായത് ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്നെങ്കിൽ അതിനെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് വിളിക്കും. ഇനി അതിൽ ഒരു പോർഷൻ ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. ഇതില് പ്രതിപതനം, ഞാൻ ഓൾറെഡി പ്രതിപതനം എന്താണെന്ന് പറഞ്ഞു. മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്നതിനാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഈ പ്രതിപതനം സംഭവിക്കുന്നത് ഈ ഉത്തലത്തിലാണെങ്കിൽ, അതായത് പ്രകാശം ഇങ്ങോട്ടേക്ക് കടന്നു വന്ന് തിരികെ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത്തരം ദർപ്പണങ്ങളെ നമ്മൾ പറയുന്നത് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നാണ്. എന്താണ്? കോൺവെക്സ് ദർപ്പണങ്ങൾ. എന്ത് ദർപ്പണങ്ങളാണ്? കോൺവെക്സ് ദർപ്പണങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇനി പ്രതിപതനം രശ്മികൾ പതിച്ച് തിരികെ പ്രതിപതിക്കുന്നത്, പ്രകാശരശ്മികൾ പ്രതിപതിക്കുന്നത് അവതലമാണെങ്കിൽ അത്തരം ദർപ്പണങ്ങളെ നമ്മൾ കോൺ
കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കോൺകേവ് ദർപ്പണങ്ങൾ. കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോ എന്താണ് പറഞ്ഞത്? നമ്മൾ 3 കാര്യം പറഞ്ഞു. പ്രതിപതനം എന്താണ്, ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്, കോൺവെക്സ് ദർപ്പണങ്ങൾ എന്താണ്, കോൺകേവ് ദർപ്പണം. എന്താണ് പ്രതിപതനം? പ്രതിപതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനുസമുള്ള പ്രതലത്തിൽ വന്ന് പ്രകാശരശ്മികൾ പതിച്ചാൽ അത് തിരികെ പോകും. അതിനെയാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമാണെങ്കിൽ അത്തരം ദർപ്പണങ്ങളെ നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയും. അടുത്തത് ഗോളീയ ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ് കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും. കോൺവെക്സ് എന്താണ്? പ്രതിപതന തലം ഉത്തലമാണെങ്കിൽ അത്തരം ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നും, പ്രതിപതന തലം അവതലമാണെങ്കിൽ അത്തരം ദർപ്പണങ്ങളെ നമ്മൾ കോൺകേവ് ദർപ്പണങ്ങൾ എന്നും വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോളീയ ദർപ്പണങ്ങളുടെ ഭാഗങ്ങൾ. എന്താണ്? വക്രതാ കേന്ദ്രം. ഏതാണ്? വക്രതാ കേന്ദ്രം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ, അതായത് ഇതൊരു ദർപ്പണമാണ്, ഏത് ദർപ്പണവും ആയിക്കോട്ടെ, അവതലം ആയിക്കോട്ടെ, ഉത്തലമായിക്കോട്ടെ, അതായത് കോൺവെക്സ് ആയിക്കോട്ടെ, കോൺകേവ് ആയിക്കോട്ടെ, അപ്പോ ഈ ദർപ്പണം ഏതോ ഒരു ഗോളത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊരു ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ സെന്റർ പോയിന്റ്, അതിനെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ സെന്റർ ആണ് എന്ത്? വക്രതാ കേന്ദ്രം. ഇതിനെ നമ്മൾ C കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്താണ് അപ്പോ വക്രതാ കേന്ദ്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗോളീയ ദർപ്പണങ്ങളും ഏതെങ്കിലും ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോളത്തിന്റെ ഭാഗമായ ദർപ്പണം, ആ ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ സെൻട്രൽ പോയിന്റ്, അതായത് അതിന്റെ കേന്ദ്രം അല്ലെങ്കിൽ C എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് നമ്മൾ പറയുന്നത് പോൾ. അടുത്ത രണ്ടാമതാണ് പോൾ. എന്താണ്? പോൾ. രണ്ടാമത്തത് പോൾ. അപ്പോ ഗോളീയ ദർപ്പണങ്ങളുടെ ഭാഗങ്ങളിൽ ഒന്നാമത്തത് വക്രതാ കേന്ദ്രത്തെ C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. രണ്ടാമത് വരുന്നത് പോൾ. എന്താണ് പോൾ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ വരച്ച ആ ദർപ്പണം ഉണ്ടല്ലോ, ആ ദർപ്പണം ഏതൊരു ഗോളത്തിന്റെ ഭാഗമാണ് അതിന്റെ സെന്ററിനെ നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നു. ഇനി ഈ ദർപ്പണം, അതായത് ഈ ഗോളത്തിൽ വന്നിരിക്കുന്ന ഈ ദർപ്പണത്തിന്റെ മധ്യബിന്ദു, അതായത് അതിന്റെ സെന്റർ പോർഷൻ, ഈ ദർപ്പണത്തിന്റെ നടുഭാഗത്തെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ദർപ്പണത്തിന്റെ നടുഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? പോൾ എന്ന് വിളിക്കും. ദർപ്പണത്തിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ എന്ത് വിളിക്കും? പോൾ എന്ന് വിളിക്കും. ദർപ്പണത്തിന്റെ മധ്യബിന്ദുവിനെ പോൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ പോൾ എന്നുള്ളത് P എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? ദർപ്പണത്തിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ എന്ത് പറയും? പോൾ എന്ന് പറയും. പോള് P, വക്രതാ കേന്ദ്രം C. കിട്ടിയല്ലോ? അവിടെ ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് കേട്ടോ. അടുത്തതാണ് മുഖ്യ അക്ഷം. 3 മുഖ്യ ദർപ്പണം ഏത് സർക്കിളിന്റെ ഭാഗമാണോ ആ സർക്കിളിന്റെ സെന്റർ പോർഷൻ ആണ് എന്ത്? വക്രതാ കേന്ദ്രം ആണല്ലോ. ഇനി ഇതിന്റെ മിററിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ. പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. ഇനി ഈ വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ, അതായത് ഈ പോളിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ എന്ത് വിളിക്കും? മുഖ്യ അക്ഷം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മുഖ്യ അക്ഷം എന്ന് വിളിക്കും. നേർരേഖയെ, ഏതാണ്? പോളിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ മുഖ്യ അക്ഷം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മുഖ്യ അക്ഷം എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് കിട്ടിയ 3 പോയിന്റുകൾ ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്?
ദർപ്പണങ്ങളുടെ ഭാഗങ്ങൾ ഒന്ന് വക്രതാകേന്ദ്രം രണ്ട് പോൾ മൂന്ന് മുഖ്യ അക്ഷം എന്താണ് വക്രതാ കേന്ദ്രം? ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ അതാണ് ആ ഗോളത്തിന്റെ മധ്യബിന്ദുവാണ് വക്രതാ കേന്ദ്രം. ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ മധ്യബിന്ദുവാണ് വക്രതാ കേന്ദ്രം. ഇനി പോൾ എന്തായിരുന്നു? പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോള്. പോള്. ഇനി ഈ വക്രതാ കേന്ദ്രത്തിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന നേർരേഖയാണ് നമ്മൾ മുഖ്യ അക്ഷം എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ? താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.